കൊട്ടാരങ്ങളുടെ നഗരമായ മൈസൂരിലേക്കാണ് ഈ യാത്ര. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നായ കർണാടകം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടപ്പോൾ കന്നഡ ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഒന്നു ചേർത്ത് രൂപീകരിച്ചതാണ്. 1956 നവംബർ 1 സംസ്ഥാന പുനർനിർണയ നിയമപ്രകാരം നിലവിൽ വന്ന ഈ സംസ്ഥാനത്തിന്റെ ആദ്യ നാമം മൈസൂർ എന്നാണ്. ബംഗളൂരു തലസ്ഥാനമായ ഈ സംസ്ഥാനം 1973 കർണാടകം എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. കറുത്ത നാട് എന്നിങ്ങനെ 2 പദങ്ങൾ ചേർന്നാണ് കരിനാട്, കനറ, കന്നഡം എന്നീ പദങ്ങളുടെ രൂപഭേദങ്ങളിൽ നിന്നാണ് കർണാടകം എന്ന നാമം ലഭിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു കൊട്ടാരമാണ് മൈസൂർ പാലസ്. അംബാവിലാസ് കൊട്ടാരം എന്നും അറിയപ്പെട്ടിരുന്ന ഈ ബൃഹത് നിർമ്മിതി മൈസൂർ ഭരിച്ചിരുന്ന വാഡിയാർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു. വാഡിയാർ രാജാക്കന്മാർ 14-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത്. എന്നാൽ ഇത് പിൽക്കാലത്ത് പലവട്ടം തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തിരുന്നു. നാം ഇന്ന് കാണുന്ന ഈ കൊട്ടാര സമുച്ചയം 1897 നിർമ്മാണം ആരംഭിക്കുകയും 1912 പണി പൂർത്തീകരിക്കുകയും ചെയ്തതാണ്. 1930 മഹാരാജ ജയചാമരാജേന്ദ്ര പബ്ലിക് ദർബാർ ഹാൾ നിർമ്മിച്ചത്. തുടർന്ന് 1940കളിൽ കൊട്ടാരത്തിൽ പല കൂട്ടിച്ചേർക്കലുകളും നടത്തപ്പെട്ടിരുന്നു. ഇൻഡോ സാർസനിക് എന്നറിയപ്പെടുന്ന വാസ്തുശൈലിയാണ് ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിൽ അനുവർത്തിച്ചിരിക്കുന്നത്. ഹിന്ദു, രജപുത്ര, ഗോതിക്, ഇസ്ലാമിക് വാസ്തുവിദ്യകളുടെ സങ്കരരൂപമാണ് ഇൻഡോ സാർസനിക് എന്നറിയപ്പെടുന്നത്. അതിവിശാലമായ ഉദ്യാനത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം മാർബിളിൽ തീർത്ത ആർത്തകുംഭങ്ങളോട് കൂടിയ 3 നില മന്ദിരമാണ്. നിലവിലുള്ള കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് കല്ലും ചുടുകട്ടയും മരത്തടിയും ഉപയോഗിച്ചാണ്. ഹെൻറി ഇർവിൻ എന്ന ബ്രിട്ടീഷുകാരനാണ് കൊട്ടാര സമുച്ചയത്തിന്റെ വാസ്തുശില്പി. കൊട്ടാരത്തിലെ ചിത്രപ്പണികൾ രവിവർമ്മയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചരിത്രം. എല്ലാ വർഷവും ശരത്കാലത്ത് നടത്തപ്പെടുന്ന മൈസൂർ ദസറ മഹോത്സവത്തിന്റെ പ്രധാന വേദി ഈ കൊട്ടാരമാണ്. മൈസൂർ കൊട്ടാരത്തിലെ പ്രധാന പാചകക്കാരനായിരുന്ന കാഗസുരു മാടപ്പയാണ് മൈസൂർ പാക്ക് എന്ന പലഹാരം ആവിഷ്കരിച്ചത്. മൈസൂർ കൊട്ടാര സമുച്ചയത്തിൽ പല കാലഘട്ടങ്ങളിലായി നിർമ്മിച്ച 12 ഹൈന്ദവ ക്ഷേത്രങ്ങളാണ് കാണാൻ സാധിക്കുക. പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ക്ഷേത്രം മുതൽ അവസാനമായി 1953 നിർമ്മിച്ച ക്ഷേത്രവും ഇതിൽപ്പെടും. സോമേശ്വര ക്ഷേത്രം, ലക്ഷ്മിനാരായണ ക്ഷേത്രം, ശ്വേതവരാഹസ്വാമി ക്ഷേത്രം എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. താജ്മഹലിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് മൈസൂർ കൊട്ടാരം. 2014 കണക്കനുസരിച്ച് 3 ദശലക്ഷത്തിലധികം പേരാണ് ഒരു വർഷം കൊട്ടാരം സന്ദർശിക്കുന്നത്.